ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വിലക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. കോടതിയുടെ അനുമതിയില്ലാതെ നയപരമായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ഹൈക്കോടതി അറിയിച്ചു. ബിജെപി നേതാവ് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഇടപെടൽ. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സാലി, എന്താണ് വിവരങ്ങൾ? അതായത് കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിയിൽ ഒരു ഭേദഗതി പ്രധാനമായിട്ടുണ്ടായിരുന്നത് വഖഫ് ബോർഡിൽ രണ്ട് അമുസ്ലിങ്ങളെ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്നുള്ളതായിരുന്നു. കഴിഞ്ഞ LDF സർക്കാർ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോഴൊന്നും ആ രണ്ട് തസ്തികൾ ഒഴിച്ചിട്ടാണ് പുനഃസംഘടിപ്പിച്ച് വന്നിരുന്നത്. അതിനെ തുടർന്നാണ് BJP നേതാവ് ഷോൺ ജോർജ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയെ സമീപിച്ച് ഈ രണ്ട് സ്ഥാനങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്ന നടപടി കേന്ദ്ര വഖഫ് നിയമത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് അത് രണ്ട് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണം എന്ന് ഒരു ഹർജി സമർപ്പിച്ചത്. ആ ഹർജി കുറച്ച് നാളുകളെ ഹൈക്കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് സംസ്ഥാന സർക്കാർ ഇതിൽ ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം സമർപ്പിച്ചു. അതിൽ സംസ്ഥാന സർക്കാർ എടുത്ത സമീപനം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു. അത് വളരെ നിർണായകമായി മാറി. അല്പം മുമ്പ് കോടതി ആ കേസ് പരിഗണിച്ചതിന് ശേഷം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വഖഫ് ബോർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തൽക്കാലത്തേക്ക് വിലക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നയപരമായ ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വാങ്ങണം. ഒപ്പം വകുപ്പ് സെക്രട്ടറിക്കായിരിക്കും താൽക്കാലിക ഭരണ ചുമതല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP നേതാവ് ഷോൺ ജോർജ് ഒരു തരത്തിലൊരു സങ്കുചിത താല്പര്യങ്ങളോടെ സമർപ്പിച്ച ആവശ്യം, ആ ഹർജി സർക്കാർ പരോക്ഷമായി പിന്തുണച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. സംസ്ഥാന സർക്കാർ എടുത്ത സമീപനം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ ഹർജി വന്നപ്പോൾ തന്നെ ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. കാരണം സംസ്ഥാന സർക്കാരിന് വഖഫ് ബോർഡിലെ ഒഴിച്ചിട്ടിരിക്കുന്ന രണ്ട് പദവികൾ, രണ്ട് അംഗങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് സ്വാഭാവികമായി ഉണ്ടാവുക അമുസ്ലിങ്ങളായ കോൺഗ്രസ് UDF നേതാക്കളായിരിക്കും സ്വാഭാവികമായി ഉണ്ടാവുക. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ അങ്ങനെ പുനഃസംഘടിപ്പിക്കണം എന്നൊരാവശ്യം BJP നേതാവായ ഷോൺ ജോർജ് ഉന്നയിച്ചതിൽ അക്കാലത്ത് തന്നെ ഒരു അസ്വാഭാവികത ഉയർന്നു വന്നിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിന് രണ്ട് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ട്, പക്ഷേ അത് നേരിട്ട് നടപ്പിലാക്കിയാൽ അത് വലിയ വിമർശനത്തിനിടയാക്കും. കാരണം കഴിഞ്ഞ LDF സർക്കാർ കേന്ദ്ര നിയമത്തിൽ ഇങ്ങനെ ഒരു ഭേദഗതി വന്നെങ്കിലും അത് നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു, രണ്ട് പദവികൾ ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. UDF സർക്കാർ വന്ന ഉടൻ അത് രണ്ട് അമുസ്ലിങ്ങളെ നിയമിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഒക്കെ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോഴാണ് ഷോൺ ജോർജ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ആ ഷോൺ ജോർജിൻ്റെ ഹർജിക്ക് പിന്നിൽ തന്നെ ചില UDF നേതാക്കളാണെന്ന ആരോപണം അന്നേ ഉയർന്നതാണ്. ഇന്ന് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ സർക്കാർ എടുത്ത നിലപാടാണ് ഏറ്റവും കൗതുകകരം. ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. സ്വാഭാവികമായും കോടതിക്ക് മുമ്പിൽ മറ്റ് മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോടതി ഇപ്പോൾ ഈ കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിക്ക് അനുസൃതമല്ലാത്ത സംസ്ഥാനത്തെ ഇപ്പോഴത്തെ വഖഫ് ബോർഡ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു തീരുമാനവും ഇനി വഖഫ് ബോർഡിന് എടുക്കാൻ പറ്റില്ല. ഇനി രണ്ട് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി അത് പുനഃസംഘടിപ്പിക്കണം. അത് പുനഃസംഘടിപ്പിച്ചതിന് ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിന് പിന്നിൽ ഒരു UDF BJP അല്ലെങ്കിൽ ഷോൺ ജോർജ് UDF നേതാക്കളുമായിട്ടുണ്ടാക്കിയ ഒരു ഡീലുണ്ട് എന്ന നേരത്തെ ഉയർന്ന ആരോപണത്തെ ശരിവെക്കുകയാണ് ഇന്ന് നടന്ന നടപടിക്രമങ്ങൾ. സാലി, ഈ വഖഫ് ബോർഡിൽ ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് BJP പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ആ ഒരു നിലപാടുമായി ഒരു BJP നേതാവ് കോടതിയിലേക്ക് എത്തുമ്പോൾ അതിനെ ഈ കേരളത്തിലെ UDF സർക്കാർ പിന്താങ്ങുന്നത് അത് വീണ്ടും ഈ സർക്കാരിൻ്റെ ഒരു സംഘപരിവാർ ആ ഒരു മനോഭാവം അത് വീണ്ടും വെളിവാക്കുന്നതല്ലേ സാലി? ഈ ഹർജി വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നിരുന്നതാണ്. കാരണം നമുക്കും ഒറ്റനോട്ടത്തിൽ ശരിയാണെന്ന് വ്യക്തമാകും. കാരണം ഇപ്പോൾ കേരളത്തിൽ UDF ആണ് ഭരിക്കുന്നത്. UDF വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചാൽ സ്വാഭാവികമായും രണ്ടംഗങ്ങളെ അമുസ്ലിങ്ങളായ രണ്ടംഗങ്ങളെ ഉൾപ്പെടുത്തും. ആ ഉൾപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളായിരിക്കും അല്ലെങ്കിൽ UDF നേതാക്കളായിരിക്കും എന്ന് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ രണ്ടുപേരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി BJP നേതാവായ ഷോൺ ജോർജ് കോടതിയിൽ എത്തുന്നു എന്നുള്ളതിലാണ് ഒരു അസ്വാഭാവികതയുള്ളത്. കാരണം BJPക്കാർ ഏതായാലും അതിൽ നോമിനേറ്റ് ചെയ്യപ്പെടില്ല. കാരണം UDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ UDF നേതാക്കൾക്ക് വേണ്ടി BJP നേതാവായ ഷോൺ ജോർജ് ഹർജിയുമായി കോടതിയിലെത്തുന്നു. കോടതി കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി അനുസരിച്ച് ഇത്തരമൊരു നിർദ്ദേശമേ നൽകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കോടതി ഇടപെടുന്നു. UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കും ഇനി മുസ്ലിം ലീഗിന് തന്നെയും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കോടതി ഇടപെട്ടു, ഞങ്ങൾ രണ്ട് അമുസ്ലിങ്ങളെ
നിയമിച്ചു എന്ന് പറയാം. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുകയായിരുന്നു ഷോൺ ജോർജിൻ്റെ ഹർജിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. കാരണം BJP-ക്കാരെ ഏതായാലും UDF സർക്കാരിൻ്റെ കാലത്ത് വഖഫ് ബോർഡിൽ അംഗത്വം നൽകാൻ പോകുന്നില്ല, മറിച്ച് കോൺഗ്രസ് നേതാക്കളായിരിക്കും. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഷോൺ ജോർജ് സമർപ്പിച്ച ഒരു ഹർജി കോടതിയിലെത്തുന്നു. അതിനെ പരോക്ഷമായി സംസ്ഥാനത്ത് UDF സർക്കാർ പിന്തുണയ്ക്കുന്നു. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് കോടതി അറിയിക്കുന്നു. അപ്പോൾ മൊത്തത്തിലൊരു നാടകം ഇതിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ UDF-ന് വേണ്ടി ഷോൺ ജോർജ് സമർപ്പിച്ച ഒരു ഹർജിയിൽ UDF-ന് അനുകൂലമായൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ അന്തിമ ഉത്തരവ് കോടതി പറഞ്ഞിട്ടില്ല. കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിലുള്ള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അല്പം മുമ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.